ഹായ്. ഇന്നലെ തമിഴത്തിയുടെ അതിഗംഭീരമായ തെറി നാടകമുണ്ടായിരുന്നു എനിക്കെതിരെ എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല. എനിക്ക് എഗെയിൻസ്റ്റ് നീ ഇട്ട ആ വീഡിയോ ഞാൻ കണ്ടില്ല. കാരണം ഒരു വരി പോലും ഞാനതിൽ കാണില്ല. നീ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? നിനക്ക് നീ പറഞ്ഞായിരുന്നില്ല ഒരു 10 വീഡിയോയ്ക്ക് $10 വെച്ച് കിട്ടിയാലാണ് നിനക്ക് ഈ മാസം അടുത്ത മാസം ഡോളർ കയറുള്ളൂ എന്ന് നീ പറഞ്ഞു. നീ എങ്ങനെ തലയും കുത്തി മറിഞ്ഞ് നിന്നിട്ടും നിനക്ക് $10 വെച്ചിട്ട് പോയിട്ട് $1 പോലും കയറുന്നില്ല. നിൻ്റേതായ കാര്യം പറഞ്ഞാൽ നിന്നെ കാണാനായിട്ട് ഒരുത്തിയും അങ്ങോട്ട് വരില്ല. നിൻ്റേതായ കാര്യം പറഞ്ഞ് നീ വീഡിയോ ചെയ്താൽ വരില്ല. അപ്പം നീ സ്റ്റാർട്ട് ചെയ്ത് ഓരോ പ്രശ്നങ്ങൾ അങ്ങോട്ടിട്ട് കൊടുത്തിട്ട് നീ കുത്തിയിരുന്നങ്ങ് തെറി വിളിക്കാൻ തുടങ്ങി അല്ലേ? നല്ല വ്യൂസ് ഉണ്ടല്ലേ തമിഴത്തി? എന്നെ പറ്റിയിട്ട് പറഞ്ഞ തെറി വിളിച്ച വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടല്ലേ? നിൻ്റെ മോളെ ഡോക്ടറാക്കാൻ മെഡിസിന് പഠിപ്പിക്കാനുള്ള ക്യാഷ് കിട്ടിയോ? തെറി വിളിച്ച് മോളെ പഠിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ. തെറി വിളിച്ച് മറ്റുള്ളവരോട് തെണ്ടിയും തെറി വിളിച്ചും മോളെ പഠിപ്പിക്കുകയും മോക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട സ്ത്രീ. തെറി വിളിച്ച് തന്നെ യൂട്യൂബ് ചാനൽ നടത്തുന്ന വൃത്തികെട്ട സ്ത്രീ. എന്നാൽ സ്വന്തം മോളെ കൂടെയെങ്കിലും നിർത്തി നോക്കുവോ? വല്ലവനെയും കൊണ്ടുവന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട്, വല്ലവന്മാരുടെയും കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ എറിഞ്ഞ് കളഞ്ഞിട്ട് ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ വന്നിരുന്ന് തെറി വിളിച്ച് നാട്ടുകാരെ മുഴുവൻ തെറി വിളിച്ച് ജീവിക്കുന്ന ഒരു വൃത്തികെട്ട വെടല സ്ത്രീ. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ബോധമില്ലാത്ത വിവരമില്ലാത്ത മലയാളികളും തെറി വിളിക്കുന്നതിനനുസരിച്ച് ചാറ്റ് ബോക്സിൽ ഇൻബോക്സിൽ സൂപ്പർ ചാറ്റ് എറിഞ്ഞു കൊടുക്കുന്ന ബോധമില്ലാത്ത വിവരമില്ലാത്ത വിവരദോഷികളായ മലയാളികൾ. നിനക്കൊക്കെ എന്ത് കൾച്ചറാണ് ഉള്ളത്? ഒരു തമിഴത്തിക്ക് അവൾ തെറി വിളിക്കുന്നതിന് അവൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. ഞാൻ കാണാൻ തുടങ്ങിയ നാൾ തൊട്ട് ഈ തമിഴത്തി വന്നിരുന്ന് ഓരോ ആളുകളായിട്ട് തെറി വിളിക്കുകയാണ്. ഇവൾ അങ്ങോട്ട് എന്തെങ്കിലും എറിഞ്ഞു കൊടുത്തിട്ട് ആരുടെയെങ്കിലും വായിന്നൊക്കെ. ഇപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു, വേറൊരു വ്യക്തിയൊക്കെ ചിപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എടോ, ഒരു മനുഷ്യൻ ഇവൾ അങ്ങോട്ട് കയറി തെറി വിളിച്ച് ചൊറിഞ്ഞു കഴിയുമ്പോൾ എത്രയാന്ന് കണ്ടിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്നത്? എത്രയാന്ന് തിരിച്ച ആളുകൾ പ്രതികരിച്ചു പോകും. ഇവളുടെ ലക്ഷ്യം അത് തന്നെയാണ്. തെറി വിളിക്കാതെ ഇവളുടെ ചാനലിൽ ഒരു പട്ടി കൂർക്കം പോലും തിരിഞ്ഞു നോക്കില്ല. ഈ സ്ത്രീ എല്ലാവരോടും പറയുന്നുണ്ട് ആശയപരമായിട്ട് സംസാരിക്കൂ, ഒരു വിഷയം എടുത്ത് സംസാരിക്കൂ എന്ന് ഈ സ്ത്രീ എല്ലാവരോടും പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് സംസാരിച്ച് റീച്ച് ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? ഈ കുത്തിയിരുന്ന് ജനങ്ങളെ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ച് കമൻറ്റ് വായിച്ച് തെറി പറയുന്ന ലൈവുകളല്ലാതെ ആശയപരമായിട്ട് സംസാരിച്ച് വ്യൂസ് നേടിയ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ ഈ സ്ത്രീക്ക്? ഓരോ ദിവസം ഈ സ്ത്രീയുടെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ വ്യക്തികളും. ഇതിൻ്റെ താഴെ എന്തോ അഡിക്റ്റ് ആയതുപോലെ, കൈവിഷം കിട്ടിയതുപോലെ കുറേ എണ്ണങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. കാര്യം അത് തെറി ചാനലിൽ തെറി കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ മാത്രമാണ് ഈ തമിഴത്തിയെ ഇങ്ങനെ വളർത്തി വിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, അയ്യോ ചനുവിനെ വെറുതെ വിടുന്നില്ല, ചനു വേണ്ടാന്ന് വെക്കുമ്പോൾ ഇങ്ങോട്ട് വരികയാണെന്ന്. എവിടെയെങ്കിലും പോയി പട്ടി മാന്തി എടുത്തുകൊണ്ട് വരുന്നത് പോലെ എന്തെങ്കിലും ആരുടെയെങ്കിലും വായിന്ന് വീഴുന്ന വാക്ക് തോണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് തെറി വിളിക്കുന്നത് ഈ വൃത്തികെട്ട തമിഴത്തി തന്നെയാണ്. അത് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും ഒരു കൂട്ടം വൃത്തികെട്ട ഒരു കൾച്ചറുമില്ലാത്ത ജനങ്ങൾ. ദിവസം നിങ്ങൾ നോക്കൂ, രാവിലെയും ഇറങ്ങും, ഒരു ജോലിയും ചെയ്യില്ല ഈ സ്ത്രീ. നാളെ ഇതുവരെ ഞാൻ അന്ന് കാണുമ്പോൾ ഇവക്ക് തട്ടുകടയുണ്ടായിരുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞ് പ്രകടനം കാണിച്ചുകൊണ്ടിരുന്നു. അന്നും വരും 4 നേരം ലൈവില്. ഇന്നും അത് തന്നെ, ഒരു ജോലിയും ചെയ്യില്ല ഈ മെനക്കെട്ട സ്ത്രീ. ഒന്നുകിൽ ലോകത്തുള്ള ആണുങ്ങളെ മുഴുവൻ കറക്കി ഇവള് ക്യാഷ് മേടിക്കും. എല്ലാവരും ഇൻബോക്സിൽ പോയി ഞാൻ ഇന്നലെ കേട്ട് കേട്ടോ, ഇന്നലെ നിങ്ങളൊന്ന് ഐമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഐമർ തെറി വിളിക്കുന്നു. ഞാൻ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തെറി വിളിച്ച് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെയും ഉത്ഭവം എവിടെ നിന്നാണ്? വെറുതെ ഇൻബോക്സിൽ വന്ന് ഒരു കമൻറ്റ് ചെയ്തതിന്, ആ സ്ത്രീയെ തെറി വിളിച്ചതിന് ഇവൾക്ക് എഗെയിൻസ്റ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു ചാനലാണത്. അപ്പോൾ ഇത് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഈ വൃത്തികെട്ട ശവത്തിൻ്റെ ചാനൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങൾക്കൊക്കെ, ഈ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട്? ഉണ്ട്. തെറിവിളി കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവളുമാർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ആളുകൾ ചിന്തിക്കും, ഒരു ചാനൽ എടുത്തിട്ട് നന്നായിട്ട് ലൈവിലിരുന്നങ്ങ് തെറി വിളിച്ചാൽ സബും കയറും, ക്യാഷും കിട്ടും.
തെറി പൂരപ്പാട്ടങ്ങ് പാടിയാൽ മതി. ഇതിനാൽ ബാധിക്കപ്പെടുന്ന എത്രയോ ആളുകൾ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ സംഘർഷത്തെ പറ്റി മെൻ്റൽ ടോർച്ചറിനെ പറ്റിയിട്ടൊക്കെ ഘോര സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരെയും ടോർച്ചർ ചെയ്ത നമ്പർ 1 സംഭവം ഈ തമിഴ്ത്തിയാണ്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാവോ? ആത്മാർത്ഥമായിട്ട് പറയാവോ? എത്രയോ ആളുകളെ ഇവള് ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടുവന്നെത്തിച്ചേക്കുന്നു. എന്നിട്ട് വന്നിരുന്ന് കുറേ മെൻ്റൽ ടോർച്ചർ ചെയ്തിട്ട് ഇവള് തെറി വിളിച്ച് സമ്പാദിച്ചിട്ട് വന്നിരുന്ന ഒരു ഊടായ്പ് കരച്ചിലങ്ങ് കരയും. എത്ര ദൂരം എന്നെ അനുഭവിപ്പിച്ചു, എത്ര ദൂരം എന്നെ പറഞ്ഞു. ഇവളെയായിട്ട് ഇവൾ ആദ്യം വന്ന സ്റ്റേജും ഇവളെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ ഐമറ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു 15-30 തൊട്ട് നിങ്ങൾ കണ്ടു നോക്ക്. ഇവളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യ കാലങ്ങളിൽ ആ പറയുന്ന തമ്പുരാൻ CVT എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ഇവള് തെണ്ടി പൈസ മേടിച്ചപ്പോൾ തൊട്ടുള്ള, CVTയോട് മാത്രമല്ല അതിൽ വേറെ ആളുകളോട് മേടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. ജീനോസിനോട് 5000 തെണ്ടിപ്പോയത്, അയാൾ ഏതാണ്ട് 40,000 എങ്ങാണ്ട് കൊടുത്തു CVT. ജിനൂസ് കൊടുത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് 5000 എങ്ങാണ്ട് തെണ്ടിയിട്ട് ജിനൂസ് കൊടുത്തില്ല. എനിക്ക് എന്നെ CVTയോട് പറഞ്ഞ ചിരിച്ചു മടുത്തു. എനിക്ക് തമിഴ് അറിയില്ല കേട്ടോ, തമിഴ് കേട്ടാൽ മനസ്സിലാവുന്നുള്ളൂ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരു രക്ഷയുമില്ല തമ്പുരാനെ, കഴിക്കാനില്ല കുടിക്കാനില്ല, അതാണ് ഇതാണ്, വീട്ടുകാർ തല്ലൊരു വീട്ടു, എന്താ ആങ്ങളെ കയറി പിടിക്കാൻ ചെന്നപ്പം നാത്തൂന് ഓടിച്ചെന്നോ എന്താണ്ടൊക്കെ പറഞ്ഞ് ആദ്യം അയാൾ ഒരു 10,000, പിന്നെ എന്നെ വീട് മാറത് പൈസയില്ല തമ്പുരാനെ, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും 10,000, അങ്ങനെ 40,000 രൂപ എങ്ങാണ്ട് മേടിച്ചെടുത്തു. നാണം കെട്ട ഈ വൃത്തി കെട്ട അഭിമാന ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ സ്ത്രീ. നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ യൂട്യൂബ് ചാനലും തുറന്നു വെച്ചിട്ട് ആണുങ്ങളുടെ ഇൻബോക്സിൽ പോയിട്ട് തെണ്ടി ജീവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്? ആ തെണ്ടലും പോരാഞ്ഞിട്ട് ഇവള് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എത്ര നാളായി ഈ തെറിവിളി തുടങ്ങിയിട്ട്? ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളാണ് അല്ലേ? ഇതിലൊന്നും പെടാത്ത ഒരു അമ്മയും മോളും ഉണ്ടല്ലോ, അവരെ തെറി പറഞ്ഞിട്ടായിരുന്നു 6 മാസം അവരെ തെറി പറഞ്ഞിട്ടാണ് ഇവർ ഈ സബിനെ മുഴുവൻ ഉണ്ടാക്കിയത്. 2500 സബ്ബിൽ കടന്ന ഈ സ്ത്രീ. അപ്പോൾ തെറിവിളിയെ ഇഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവള് തെറി വിളിച്ച് ഇങ്ങനെ വളർന്നു കഴിയുമ്പോൾ കുറേ ആളുകൾ ചിന്തിക്കും നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ, ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നിയിട്ട് എത്ര ആളുകളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അതോടെ കേട്ടപ്പോൾ ഞാൻ ഓർത്തി എത്ര വൃത്തികെട്ട സ്ത്രീയാണ്. ഇവളുടെ കുട്ടിക്ക് എന്തോ വയ്യാഴികയുണ്ടെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. ആ പോർഷനിൽ പറയുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെ വരെയും കൊണ്ടുപോയി എവിടെയെങ്കിലും എറിഞ്ഞു കൊടുത്തിട്ട് ഏതോ ഒരുത്തന് വേണ്ടിയിട്ട്, ഏതോ കണ്ട ആണുങ്ങളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ വരെ എറിഞ്ഞു കൊടുത്തിട്ട് രാവിലെ എന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നവൻ കൂടെയുണ്ടോ? അവൻ പോലും പേടിച്ചിട്ട് 2 ദിവസം അടുപ്പിച്ച് ഇവളുടെ കൂടെ നിൽക്കില്ല. എന്ത് കോഷ്ടിയും കോപ്രായോ ആയിരുന്നു. കുറച്ച് ദിവസം തോളത്ത് കയറുന്നു, മുതുകത്ത് കയറുന്നു, ചാടിക്കയറുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ഉമ്മ കൊടുക്കുന്നു, നക്കുന്നു, കുത്തുന്നു. ഒരു പ്രായപൂർത്തിയായ ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കണം നിങ്ങൾ. നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ കാണിക്കുമോ? ഏതോ ഒരു അന്യനൊരുത്തനെ കൊണ്ടുവന്നിട്ട് ജീവിക്കുന്നത് പോട്ടെ, അന്യനൊരുത്തനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടിരുന്നിട്ട് ഇതേപോലത്തെ വൃത്തികേടുകൾ നിങ്ങളൊക്കെ കാണിക്കുമോ? ഇവൾ എത്ര 1000 രൂപയാണ് ഓരോ ആളുകളോട് മേടിച്ചിട്ട് ഇപ്പോൾ അവൾ കിടക്കുന്ന കട്ടിൽ ഒരു സ്ത്രീ മേടിച്ചു കൊടുത്തതാണ് അല്ലേ? ആ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് അവൾ മിക്കവാറും ലൈവ് ചെയ്യുന്നത്. ആ സ്ത്രീയെ ഇവൾ 1.5 ലക്ഷം രൂപയോളം വഹിച്ചിട്ട് പറ്റിച്ചിട്ട് മേടിച്ചെടുത്തിട്ട് ആ സ്ത്രീയെ എന്തുവേണ്ടി ചീത്തയാണ് ഇവൾ വിളിക്കുന്നത്? എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവൾ അന്തസ്സുള്ളവളാണെങ്കിൽ ഇവൾ ആ ക്യാഷ് തിരിച്ചു കൊടുത്തിട്ട് 2 പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ പിച്ചി കൊടുക്കുന്നു. നാണം കെട്ടവൾ ഒരു ഉളുപ്പും ഇല്ലാതെ ആ കാട്ടിലേക്ക് കയറി കിടക്കുന്നു. വല്ലവരും വിയർത്തുണ്ടാക്കിയ അവരുടെ അധ്വാനത്തിൽ നിന്നുണ്ടായ ആ ക്യാഷ് മേടിച്ച് കാട്ടിൽ മേടിച്ചിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ കയറി കിടക്കുന്നു. അതിൽ ഇപ്പം എത്രയോ പേരോട് മേടിച്ചതായിട്ടാണ് പുറത്തു വരുന്നത്. തെണ്ടി ആരെയും പാതിരാത്രിയും ബലകാലയ്ക്കും ഒന്നും വീഡിയോ കോൾ ചെയ്യാനായിട്ടൊരു മടിയില്ല താനും. നാണം കേട്ട നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു കുറച്ചെങ്കിലും കൾച്ചറുണ്ടോ? നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളൊക്കെ ഇത് കേട്ടുകൊണ്ട് നിൽക്കുമോ, കണ്ടുകൊണ്ട് നിൽക്കുമോ? അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആൺമക്കളുണ്ടെങ്കിൽ ഇതേപോലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ നിങ്ങളതിനെ അംഗീകരിക്കുമോ? എന്തു ക്വാളിറ്റിയെ കണ്ടിട്ടാണ് നിങ്ങളൊക്കെ ഈ വൃത്തികെട്ട സ്ത്രീയെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ഈ സമൂഹത്തിലേക്ക് അഴിച്ചു വിടുന്നത്? രാവിലെ കുറെ പുട്ടിയും വാരിയിട്ട് 10 കിലോ മുല്ലപ്പൂവും ചൂടി ഒരു ചേലയും എടുത്ത് ചുറ്റി ഇങ്ങനെ ഇറങ്ങും. ഇടയ്ക്കിടയ്ക്കൊരു ചേഞ്ച് ആയിക്കോട്ടെ. എന്നിട്ട് നീ കൊള്ളാൻ നീ ചുന്ദരിയാണെന്നൊരു 10 പേരുടെ വായിന്ന് കേട്ടിട്ട് പുഴുത്ത തെറി അങ്ങ് തട്ടിവിടുകയാണ്. എടോ എന്തൊക്കെ വൃത്തികേടാടോ തെറി.
പോട്ടെ, തെറി എന്ന് പറഞ്ഞാൽ തെറിക്കുമില്ല ഒരു ലിമിറ്റ്. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞതാണ്, ആ അമ്മയുടെ സ്വകാര്യ ഭാഗങ്ങളെ അത് അങ്ങനെ ചെയ്തിട്ട് അത് നക്ക് ഇത് നക്ക് എന്ന് പറഞ്ഞ് ഈ വൃത്തികെട്ട വെടല ശവം. ഇവളെ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായേക്കുന്നത്? ജന്മം കൊടുത്ത കുഞ്ഞിന് പോലും ഒരു നേരത്തെ ആഹാരത്തിന് അതിനെ മുൻനിർത്തി തെണ്ടും. അതിന് ഫീസിന് വേണ്ടിയിട്ടാണ്, അതിന് ഫുഡിന് വേണ്ടിയിട്ടാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഈ ശവം തെണ്ടിയിട്ട് ആ കൊച്ചിനെ വേറെ ആരെയോ വീട്ടിൽ, സ്വന്തം സിസ്റ്ററിൻ്റെ ആയിക്കോട്ടെ, ഇവക്ക് തന്നെ ആരോഗ്യമില്ല അതിനെ നോക്കാൻ, കൊണ്ടുപോയി എറിഞ്ഞിട്ട് ഇവളെ എന്ത് നല്ല മാതൃക കാണിച്ചിട്ടാണ് നീയൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത്? കുറച്ചൊരു വിവരവും ബോധവും ഒക്കെ ആവാം. മനുഷ്യനായിട്ട് ജനിച്ചാലും മനുഷ്യനായിട്ട് ജീവിച്ചാലും പോരാ, നമ്മൾ എങ്ങനെയുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യണം, എങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യണം, അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധവും വിവരമെങ്കിലും വേണം. ഇങ്ങനെ വന്നിരുന്ന് പുഴുത്ത തെറി മാത്രം പറയുന്ന, ലോകത്തുള്ള ആണുങ്ങളോട് മുഴുവൻ കടം മേടിച്ച് ജീവിക്കുന്ന, ഇതിനിടയ്ക്കും വിഷ്ണു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കൊച്ചു ചെറുക്കൻ്റെ എങ്ങാണ്ട് പേര് പറയുന്നുണ്ട്, ഓടിച്ചിട്ട് അതിനെ പിടിക്കാൻ നോക്കിയ കഥ. ഇവക്ക് എന്ത് അസുഖമാണ് ഇവക്ക് വല്ലാത്ത ആരോഗ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം കൂടെയില്ല, അവനിട്ടിട്ട് ജീവനും കൊണ്ട് പോയി. ഇവൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കോള് വിളിക്കുന്നു, എങ്ങാനും ഒന്ന് വീഡിയോ കോൾ വരുന്നു, അല്ലെങ്കിൽ ലൈവിലിരിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ വൃത്തികെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, ഒരേ ഒരു കുഞ്ഞുള്ളതിനെ പോലും നോക്കാതെ ജീവിക്കുന്ന സ്ത്രീ, ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ തേറി പറയാൻ വേണ്ടി മാത്രം ചാനൽ തുറന്നു വെച്ചേക്കുന്ന ഒരു സ്ത്രീ, നിങ്ങൾ കുറേ നാൾ ഇവളുടെ കാര്യം മാത്രം നോക്കിപ്പോയല്ലോ. ആരെങ്കിലും ഇവളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവൾ ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന തെണ്ടി പിച്ചക്കാരി ആയതുകൊണ്ട്, എല്ലാവരോടും ക്യാഷ് മേടിക്കുന്ന പിച്ചക്കാരി ആയതുകൊണ്ട് ഈ സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുമ്പം ആരെങ്കിലും മേ ബി ഇവളുടെ പേര് പറയും. അല്ലാതെ ഇവളെ സഹായിക്കല്ലാതെ എത്ര പേര് ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ട്? നാണമില്ല ഇവക്ക് ഇങ്ങനെ ജീവിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രസ്തുത കൂടെ വിളിച്ച് അവനെ ഇവൾ ഒറ്റയ്ക്കാണ് വലിച്ച് അകത്തിട്ട് കഥ കടച്ചതെന്ന് ഇവൾ പറയുന്നു. ഇവൾക്ക് ആരോഗ്യമുണ്ടെന്ന് ഇവൾ പറയുന്നു. അതുപോലെ ആദ്യ ഹസ്ബൻഡിൻ്റെ അതെന്തോ ആദ്യത്തേതൊരു അവല് വിൽപ്പനക്കാരനായിരുന്നു. ഇന്നലത്തെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അവല് രണ്ടാമത്തെ എങ്ങാണ്ട് പാത്രക്കച്ചവടക്കാരനായിരുന്നു, മൂന്നാമത്തേത് എങ്ങാണ്ട് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവരെയൊക്കെ ആദ്യത്തെ ആ പുള്ളീനെ ഇവൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അവനെയും വലിച്ചിട്ട് റൂമിലിട്ട് കഥ കടച്ചിട്ടുണ്ട്. ഇവൾ അത്ര ആരോഗ്യമുള്ള സ്ത്രീയാണെന്ന് പറയുന്നത്. കല്ല് പൊട്ടിക്കാൻ പോയിട്ട് ഇവക്ക് ജീവിച്ചൂടെ? ഇവക്ക് അത്ര ആരോഗ്യമുണ്ടല്ലോ. തലയും കുത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? കാല് രണ്ടും മേളിലോട്ടാക്കിയിട്ട് തലയും കുത്തി നിന്ന് എന്തോ ആസനം കാണിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഈ വൃത്തികെട്ടവള്. എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ തെറി പറയുന്നതിന് കേരളത്തിലെ ജനങ്ങൾ ഇവക്ക് ഭിക്ഷയിട്ട് കൊടുക്കുന്നു. നാണമില്ലല്ലോ ഈ ജനങ്ങളോടാണ് എനിക്കിപ്പം വെറുപ്പ് തോന്നുന്നത്. എത്ര നാളായി ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അവരെ അത് മനസ്സിലാക്കിയിട്ട് ഒതുങ്ങി അവരുടേതായ കാര്യം നോക്കി പോകുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് വേറൊരു വിഷയം എടുത്ത് സംസാരിക്കാൻ അറിയില്ല. ഇവൾ ഒരു കുറേ ഗൂഗിളിലൊക്കെ നോക്കി കുറേ എന്തൊക്കെയോ നോക്കി പഠിച്ചു വെച്ചിട്ട് കുറേ ശ്രീജിത്ത് പണിക്കരുടെ കട്ടെടുത്തിട്ട് പറയാനിരുന്നാലും അത് കേൾക്കാൻ ആർക്കും യാതൊരു താല്പര്യമില്ല. വീണ്ടും ഇവൾ തെറിയുമായിട്ട് ഇറങ്ങും. അത് കുറച്ചെണ്ണങ്ങളെ അംഗീകരിക്കും. വായിൽ നിന്ന് വീഴുന്ന പുഴുത്ത വൃത്തികെട്ട വാക്ക് കേട്ടിട്ട് നിനക്കിട്ട് ഇന്നലെ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. നിന്റെ ആൾക്കാർ തന്നെ ഇവിടെ ഇന്നലെയും വിറച്ചിട്ട് പാടില്ല. ആരൊക്കെയോ അങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് വിറച്ചിട്ട് പാടില്ല. ഇന്നലെയും വെല്ലുവിളിക്കുകയാണ്, എൻ്റെ ആളുകളെ ഞാൻ അങ്ങോട്ട് കൂട്ടി നിർത്തും, ഒരുമിപ്പിച്ച് നിർത്തും. എൻ്റെ കുടുംബക്കാർ 5 പേരുണ്ട്. ഓരോ ഒറ്റയെണ്ണം തിരിഞ്ഞു നോക്കുന്ന കണ്ടിട്ടില്ലല്ലോ ഇതേവരെ. ഓരോ ഒറ്റയെണ്ണം ക്രിസ്മസിന് പോലും ഒരെണ്ണം വിളിച്ച് ഫുഡ് തരുന്ന കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ പറയും വിളിച്ചു ഞാൻ പോയില്ലെന്ന്. വിളിച്ചില്ലെങ്കിൽ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകും ഒരല്പ സ്നേഹമുള്ള ആൾക്കാർ. നിന്നെ വിളിക്കുമൊന്നും വേണ്ട, വിളിക്കാത്തടുത്ത് വലിഞ്ഞു കയറിപ്പോകുന്ന സാധനം നീയെന്ന് പബ്ലിക്കിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അയാളെങ്ങാണ്ട് ഇപ്പം കൂടെയുള്ള അയാൾ ജീവനും കൊണ്ട് ഓടി അകന്ന് നിൽക്കുക ഇവളെ കാണാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അയാൾ ഏതോ ടെമ്പിളിൽ പോയ സമയത്ത് അയാൾ വിളിക്കാതെ വലിഞ്ഞു കയറി തെത്താ ഞാനും വരട്ടെ തെത്താ എന്നും പറഞ്ഞുകൊണ്ട് ഓടുന്നത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഓരോരുത്തും വിളിക്കാതെ വലിഞ്ഞു കയറുന്ന സാധനമാണ് നീ. നിന്നെ വിളിച്ചാൽ നീ പോകുകയല്ലെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരാളും വിശ്വസിക്കില്ല. നമ്മൾ ഈ ലോകത്ത് മനുഷ്യനെ സഹായിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്നേഹിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരിൽ എന്തെങ്കിലും ക്വാളിറ്റി വേണം.
ഈ സ്ത്രീക്ക് 2 എണ്ണം ആരെങ്കിലും പൊട്ടിച്ചാൽ ക്രിസ്മസ് ആഘോഷിച്ചതിനേക്കഴിഞ്ഞും ഗംഭീരമായിട്ട് ഞാനത് ആഘോഷിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും അത്. കാരണം ഇവളാൽ ബാധിക്കപ്പെട്ട ആളല്ല, ഞാൻ അങ്ങോട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. കാര്യം ഇത് സോഷ്യൽ വിപത്താണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. അല്ലാതെ അവൾക്ക് സഹായം ചെയ്ത് അല്ലെങ്കിൽ അവളെ പറ്റി ഒന്നും പറയാതെ ഇവളാൽ ആക്രമണം നേരിട്ട ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ആക്ഷൻ എടുക്കാം, അവരൊക്കെ പ്രതികരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വൃത്തികെട്ടവളുടെ വായിലെ വൃത്തികേട് കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ആർക്കുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ ആ പറയുന്ന ഐമറിൻ്റെ ചാനലിൽ 15-30 തൊട്ടുള്ള ഒരു കുറച്ച് ഭാഗം കേട്ട് നോക്കിപ്പോയി ഇവളെന്താണ് എന്നുള്ളത് കുറച്ചൊരു അറിയത്തില്ലാത്തവർക്ക് കുറച്ചൊന്ന് മനസ്സിലാവും. ഈ വൃത്തികെട്ട സ്ത്രീ അന്ന് തൊട്ട് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ തൊട്ട് ഇപ്പം വരെ ഇവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇവളല്ലാതെ ഇത്രയും ക്യാഷ് ഇപ്പോൾ ഈ വൈഗ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് തന്നെ 1.5 ലക്ഷം രൂപയെങ്ങാണ്ട് മേടിച്ചു. അതുപോലെ എത്രയോ ആളുകളോട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? ഇവൾ അന്നും തെറി വിളിക്കുന്നു, ഇന്നും തെറി വിളിക്കുന്നു, അന്നും തിണ്ടുന്നു, ഇന്നും തിണ്ടുന്നു. ഇന്ന് കുറേ ഒരു ബോധവുമില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇടയ്ക്ക് വന്നിട്ടൊന്ന് മൂങ്ങി കാണിക്കുമ്പോൾ കുറേ സൂപ്പർ ചാറ്റ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ കുറേ തെറി വിളിക്കുമ്പോൾ നാളെയും തെറി വിളിക്കണേന്ന് പറഞ്ഞ് പിഷപാത്രത്തിൽ പിഷ ഇട്ട് കൊടുക്കുന്നു. ഇടയ്ക്ക് തെറി വിളി ഒന്ന് കുറച്ച് ഈ സാധനം അടങ്ങി വന്നായിരുന്നു. അപ്പോൾ കുറേ പേര് സപ്പോർട്ടുമായിട്ട് അങ്ങ് ചെന്നു. ഇവൾ നല്ല ഉഗ്രൻ ഒരു നാടകം കളിച്ചു, ആ വലയിൽ പോയി കുറേ എണ്ണം അങ്ങ് വീണു. പിന്നെ ഇവൾക്ക് നല്ല എനർജിയായി. കാര്യം കുറേ കുറേ ആളുകളുടെ പൊതുശത്രുക്കളായി കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ട്. സോ അപ്പോൾ ഇവൾക്ക് ധൈര്യമായി അതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കാമെന്ന്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടത്, ഞാൻ പറയില്ല, ഇത്ര നാണവും മാനവും ഇല്ലാത്ത വേറൊരു വൃത്തികെട്ട ശവത്തിനെ എനിക്കറിയത്തില്ല. ഒരു കുഞ്ഞിനെ പോലും നോക്കാൻ കഴിവില്ലാത്ത, സ്വന്തം കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞിട്ട് കണ്ട ആണുങ്ങളെ വീട്ടിൽ വിളിച്ച് വരുത്താൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നാണം കെട്ട കുറേ മലയാളികൾ. നിനക്കൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ ഈ അവസ്ഥ തന്നെ വരണം. ഇതുപോലെയുള്ള വൃത്തികെട്ടവൾ നിൻ്റെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലൊന്ന് കാലെടുത്ത് കുത്തണം. അന്നേ നീയൊക്കെ പഠിക്കുകയുള്ളൂ. ഈ വൃത്തികെട്ട ശവത്തിനെ തമിഴത്തിയെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം. ആട്ടി ഓടിക്കാനുള്ളതിനെ കമ്പിളിപ്പൊതപ്പും പുതപ്പിച്ച് മൃഷ്ടാനം ഉണ്ണാൻ ബിരിയാണിയും കൊടുത്ത് സൽക്കരിക്കുക. ഇപ്പോൾ സൽക്കരിച്ച ആളുകൾക്കെല്ലാം കിട്ടി. അവർ പറയുന്നത് കേട്ടെങ്കിലും മനസ്സിലാക്കുക. വൃത്തികെട്ടവളെ തമിഴത്തി, നിൻ്റെ ആ സെപ്റ്റിക് ടാങ്കിലെടി, അതിനകത്ത് നിൻ്റെ മാലിന്യം നീ വിസർജിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും 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 നീ വിസർജിക്കണം കേട്ടോ. ധാരാളം ആളുകൾ കാണാൻ വരും. അതുപോലെ നിൻ്റെ മോളെ ഡോക്ടറാക്കാൻ, ഡോക്ടറെങ്കിലും ആക്കാൻ നോക്ക് കേട്ടോ. ആക്കാനുള്ള എമൗണ്ട് കിട്ടും നിനക്ക്. എന്തായാലും എന്താടി അതിൻ്റെ ഐഡൻറ്റിറ്റി എന്തായിരിക്കും? അതാരാ പോകുന്നത്? തെറിച്ചിയുടെ മോള്. ഇതേതാ ഈ കുട്ടി? തെറിച്ചിയുടെ മകൾ. അതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ല. എത്ര പൊന്നി കുളിച്ചാലും തെറിച്ചിയുടെ മോളാണ്, വൃത്തികെട്ട തെറിച്ചിയുടെ മോളാണ്. നീ കൈനീട്ടി തെണ്ടിയേക്കുന്ന മുഴുവൻ എടി, സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ അതിനെ സാധാരണ ഒരു സർക്കാർ സ്കൂളിൽ വിട്ടിട്ട് പഠിപ്പിക്കണോടി. നീ കഴിഞ്ഞ ദിവസം എന്തോ പറയുന്നത്, വേറെ ഏതോ കുട്ടിക്ക് 0 മാർക്കാണ്, നിൻ്റേതിന് എന്തോ 90%. നീ കണ്ടിട്ടില്ലേ 90% മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ? എത്ര എണ്ണം വേണോടി? ഇവിടെയൊക്കെ സർവ്വസാധാരണമാണ് 90% മാർക്ക് എന്ന് പറഞ്ഞാൽ. ചേന കാര്യമൊന്നുമല്ല. സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കി സ്വന്തം കുഞ്ഞ് 90% 0 മാർക്ക് മേടിക്കുന്നതും വല്ലവൻ്റെയും ക്യാഷ് മുടക്കി ഒരു കുഞ്ഞ് 90% മേടിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്താൽ ആ 0% മേടിക്കുന്നതിന് തന്നെയാണ് വാല്യൂ. വല്ലവരെയും കളിപ്പിച്ചും തെറി വിളിച്ചും വല്ലവരുടെ കയ്യിൽ നിന്ന് ഇരന്ന് മേടിച്ചിട്ട് എന്തിനാടി 90%? ഒരു വാല്യൂ ഉണ്ടാവില്ല. ആ വിദ്യാഭ്യാസം കൊണ്ട് ഒരു വാല്യൂ ഉണ്ടാവില്ല. വിദ്യാഭ്യാസം കൊണ്ട് വാല്യൂ വേണമെങ്കിൽ കുറച്ച് കൾച്ചർ വേണം. കൾച്ചർ ഇല്ലാത്തവർക്ക് എന്ത് വിദ്യാഭ്യാസം, എന്ത് വാല്യൂ? ആദ്യം കൾച്ചർ എന്തെന്ന് പോലും അറിയാത്തവർക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്നും തെറിച്ചിയുടെ മകൾ തന്നെയായിരിക്കും. നാട്ടുകാരെ പറ്റിച്ച് മോളെ ആട്ടി ഓടിച്ചിട്ട് തെറ്റാ, ഇങ്ങോട്ട് പൊരുത്തേട്ടാ, അല്ലെങ്കിൽ ലോഡ്ജിലേക്ക് പൊരുത്തേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് പാഞ്ഞു പറിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ട ശവം. സോഷ്യൽ മീഡിയ വേസ്റ്റ്. നീ നിൻ്റെ തൊള്ള തുറന്ന് തെറി വിളിക്കുവോളം നിന്നെപ്പറ്റി മാത്രമാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ. നീ തെറി വിളിച്ചങ്ങോട്ട് സമ്പാദിക്കല്ലേ, തെറി വിളിച്ചങ്ങോട്ട് ഇറങ്ങോടി തൊണ്ടേന്നത്. നാണമില്ലല്ലോടി. എന്നിട്ട് ആ 21-ാം തീയതി തൊട്ട് 26-ാം തീയതി വരെയുള്ള ഡേറ്റ് ഇവളിങ്ങനെ തെറി വിളിച്ചിട്ട് നോക്കിയിരിക്കും. തെറി വിളിച്ചിട്ട് ഇവളെ യൂട്യൂബിൽ ആ ഏണിങ്സ് വരുന്നത് നോക്കിയിരിക്കും ചാടി പിടിക്കാനായിട്ട്. ആ ക്യാഷ് കൊണ്ടുപോയിട്ട് മകൾക്കും തിന്നാൻ കൊടുക്കും, ഇവളും തിന്നും. എന്തോ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുമായിരിക്കും അവിടെ.
എന്തെങ്കിലും എറിഞ്ഞു കൊടുക്കുമായിരിക്കും. മകൾക്കും കൊടുക്കും, ഇവളും തിന്നും. നാണംകെട്ട വൃത്തികെട്ട ശവം. കണ്ടവൻ്റെ ക്യാഷ് മേടിച്ചിട്ട് ആ കട്ടിലേക്ക് എറി ഞെളിഞ്ഞു കിടക്കുന്ന ആഹ അന്തസ്. നാണം കൊണ്ടുകൂടി നിനക്ക്. ആ ക്യാഷ് പോലും തിരിച്ച് കൊടുക്കാതെ 1000 വട്ടം അവരെ തെറിയും വിളിച്ചിട്ട് ആ കട്ടിലെ ഞെളിഞ്ഞു കിടന്നിട്ട് ഇവള് ലൈവ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു മൊട്ടു സൂചിയെങ്കിലും ഉണ്ടോ വല്ലവൻ്റെയും ക്യാഷ് അല്ലാതെ അവിടെ? നീ അധ്വാനിച്ചത് നിന്റെ തട്ടുകട. 2 ദിവസം ജനങ്ങളെ കാണിക്കാൻ തട്ടുകട. തുണി ബിസിനസ്. അയ്യോ, ഒരാൾ തുണി തട്ടിക്കുന്നു, എൻ്റെ കച്ചവടം കണ്ടുള്ളൂ. ഞാൻ 6 മാസം കൊണ്ട് സീമാസിനെ വെട്ടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്നില്ലല്ലോ, അനങ്ങുന്നില്ലല്ലോ. എന്തിയടി നിന്റെ തുണി ബിസിനസ്? നീ ചെയ്ത ഏതെങ്കിലും ഒരു വർക്ക് നീ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ? കാര്യം നിനക്ക് അതിൻ്റെ ആവശ്യമില്ല, നിനക്ക് അതിന് കഴിവുമില്ല, ഒന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല നിനക്ക്. നീ അപ്പം ചിന്തിക്കും, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ജോലി എടുക്കാൻ എനിക്ക് പറ്റില്ല, ഒരു ബിസിനസ് ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. അപ്പം പിന്നെ തെറി വിളിച്ചേക്കാം. നിനക്ക് ആകെപ്പാടെ ഉള്ളത് നിന്റെ കുടുംബ സ്വത്തായിട്ട് നിനക്ക് കിട്ടിയ അവിഹിത കഥകളും തെറിവിളിയും മാത്രം. അല്ലടി തമിഴത്തി, നീ എന്നെ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. നിന്റെ ശല്യം ഈ സോഷ്യൽ മീഡിയയിൽ അസഹനീയമായതുകൊണ്ട് തന്നെയാണ്. ഞാൻ സംസാരിക്കുന്ന ഓരോ വിഷയം അങ്ങനെ തന്നെയാണ്. എന്നെ പറഞ്ഞിട്ട് പറയുന്ന വിഷയങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഇതുപോലൊരു പൊതുശല്യം കണ്ടാൽ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ യൂട്യൂബർ എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും നിനക്കെതിരെ നീ എത്ര കിടന്ന് അലറി പാഞ്ഞ് ഞരമ്പ് പൊട്ടിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞരമ്പ് പൊട്ടിച്ചാകാനാ നിന്റെ വിധി. മനസ്സിലായോ? നീ എന്ന് പറയുന്ന ഒരു ശാപം അങ്ങനെ തീരാനാ നിന്റെ വിധി. ഞരമ്പ് പൊട്ടിച്ച് നീ അലറി വിളിച്ചാലും നീ ഈ തെറി വിളിച്ചുണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോടി, നിനക്കൊന്നും ഒതുകത്തില്ല. നിനക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോ ലൈഫിൽ? എന്തെങ്കിലും ഒരു വിജയമുണ്ടോ നിനക്ക്? ഇന്നും ഭിക്ഷക്കാശ് അങ്ങോട്ട് ഇട്ട് തരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നാട്ടുകാരെ തെറി വിളിക്കുന്നത് കൊണ്ട്, കിട്ടുന്നതും കൊണ്ട് നീ അത്യാവശ്യം വെട്ടി വിഴുങ്ങി നീ അങ്ങ് ജീവിക്കുന്നു. അല്ലാതെ എന്തെങ്കിലും വേറെ ആരെങ്കിലുമാണ് ഇത്രയും സഹായമൊക്കെ കിട്ടി ഇത്രയും നാളായി സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോയേനെ. എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോടി നിനക്ക്? ഇനി ഞാൻ കാത്തിരിക്കുക ആ ദിവസത്തിന് വേണ്ടിയിട്ട്. എന്തിനാണ് ഈ പേടിപ്പിക്കുന്ന ആൾക്കാർ? എൻ്റെ ആങ്ങളമാർ 5 പേരുണ്ട് 10 പേരുണ്ട് നേരെ നിൽക്കും. പേടിച്ചിട്ട് വിറച്ചിട്ട് പാടില്ലല്ലേ? പിന്നെ എന്നെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടില്ലടി, എനിക്കത് കേൾക്കണ്ട, എനിക്ക് സൗകര്യമില്ല കേൾക്കാൻ. നിനക്ക് നിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ വരില്ലേ ആളുകൾ, അവളുമാർ കേട്ടോളും. പക്ഷേ തമ്മനയിൽ കാണുമ്പോൾ എനിക്കറിയാമല്ലോ. എന്നെപ്പറ്റി ആണെങ്കിലും നീ സംസാരിക്കുന്ന എന്നെപ്പറ്റി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഞാൻ നിനക്കെതിരെ ഇങ്ങനെ സംസാരിക്കൂടി. എൻ്റെ അടുത്ത ലക്ഷ്യം അത് തന്നെയാണ്. ഈ വൃത്തികെട്ട ശവത്തിനെ പൊതുജനം തിരിച്ചറിയുക. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യടി. സ്വന്തം കുഞ്ഞിനെയെങ്കിലും കൂടെ നിർത്തി ഒരു നേരം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും അതിന് വേണ്ട ഭക്ഷണവും ഉണ്ടാക്കി കൊടുത്ത് ഒരു നല്ല അമ്മയായിട്ട് അതിനെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ നോക്കടി. കണ്ട ആണുങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്ന, എന്നിട്ട് കൂടെ വശീകരിച്ച് വിളിച്ച ആണെവിടെ? അവൻ പോലും ജീവനും കൊണ്ട് ഓടിയേക്കുന്നു ഈ സാധനത്തിൻ്റെ അടുത്തുനിന്ന്. അവളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രസംഗിക്കുന്നു എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട്.